നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വളരെയധികം പ്രേക്ഷക സ്വീകാര്യത നേടി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ്. ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കാൻ ചിത്രത്തിനായി. ഇപ്പോഴിതാ മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട് ബോക്സ് ഓഫീസ് കീഴടക്കിയ വാർത്തകളോടൊപ്പം പുറത്തുവരുന്നത് മറ്റൊരു കണക്ക് കൂടിയാണ്. ഗുണാകേവിലേക്ക് 4 ദിവസം കൊണ്ട് 23,000 പേരാണ് എത്തിയത്. മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ സ്വാധീനമാണ് ജനങ്ങളുടെ ഈ ഒഴുക്കിന് കാരണം. തമിഴ്നാട് ടൂറിസത്തിന് പുത്തൻ ഉണർവ് നൽകുന്ന കാഴ്ചയാണിത്. സംവിധായകൻ ചിദംബരത്തിന്റെ ഒരു സുഹൃത്ത് പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ഇക്കാര്യം പറയുന്നത്. നടൻ കമൽഹാസൻ, ഉദയനിധി സ്റ്റാലിൻ തുടങ്ങിയ പ്രമുഖർ എല്ലാം തന്നെ സിനിമ കാണുകയും മഞ്ഞുമൽ ബോയ്സ് ടീമിനെ നേരിൽ കണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതായിരിക്കും ഒരുപക്ഷെ സിനിമയ്ക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച ഈ വരവേൽപ്പിന് കാരണം. പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഒടുവിൽ ആശ്വാസം നൽകുന്ന സിനിമ ഫെബ്രുവരി 22-നാണ് തിയേറ്ററിലെത്തിയത്. 2006-ൽ എറണാകുളം മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് യാത്ര പോയ കുറച്ച് ചെറുപ്പക്കാരുടെ ജീവിതത്തിൽ നടന്ന യഥാർത്ഥ സംഭവമാണ് സിനിമയാക്കിയത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് പാറമ്പേൽ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു തുടങ്ങിയ താരങ്ങളാണ് മഞ്ഞുമൽ ബോയ്സിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇതാദ്യമായാണ് ഒരു മലയാള സിനിമ തമിഴ്നാട്ടിൽ ഇത്രയധികം ജനപ്രീതി നേടുന്നത്. ഡബ് ചെയ്യാത്ത ഒരു മോളിവുഡ് ചിത്രം തമിഴ്നാട്ടിൽ ഉയർന്ന കളക്ഷൻ നേടി എന്നതും ചിത്രത്തിന്റെ വിജയമാണ്. അതേസമയം മഞ്ഞുമൽ ബോയ്സിനെ പ്രശംസിച്ച് നിരവധി ഇൻഡസ്ട്രികളിലെ സിനിമാ പ്രവർത്തകരും എത്തിയിരിക്കുന്നു.